നമസ്കാരം പ്രിയപ്പെട്ടവരെ. എൻ്റെ നാട്ടിലെ കണികുന്നിൽ ഒരു വെള്ളക്കെട്ടിൻ്റെ ഇഷ്യൂ ആയിട്ടൊക്കെ ന്യൂസ് വന്നിരുന്നു. അപ്പം ഏഷ്യാനെറ്റിൽ നിന്ന് അവരത് കവർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് പ്രൊജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. കണ്ണൂർ കണിക്കുന്നിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് വീണ്ടും വെള്ളക്കെട്ട്. കഴിഞ്ഞ മഴയിൽ അപകടകരമായ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് വാർത്തയായതോടെ ദേശീയപാത അധികൃതർ എത്തി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുകയായിരുന്നു. പ്രശ്നത്തിന് ഇതുവരെ ശാശ്വത പരിഹാരം കാണാത്തത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കണികുന്നിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്തെടുത്ത് ഉണ്ടായ വെള്ളക്കെട്ടാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. ഇതിനു മുൻപ് നമ്മളിത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ മെയ് അവസാന വാരം ഉണ്ടായിരുന്ന മഴയ്ക്കാണ് ആദ്യമേ ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു വെള്ളം. അതിന് പിന്നാലെ അത് വലിയ ആശങ്കയ്ക്കായിരുന്നു വഴിവെച്ചിരുന്നത്. കാരണം ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്. ഇതിനൊക്കെ താഴെയായി ഈ ബലമില്ലാത്ത മണ്ണാണ്. ഇത് പൊട്ടുകയോ മറ്റോ ചെയ്താൽ വലിയ രീതിയിലുള്ള അപകടമായിരിക്കും കാത്തിരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ദേശീയപാത അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ വെള്ളം മോട്ടറൊക്കെ ഉപയോഗിച്ച് വറ്റിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ 2 ദിവസമായി മഴ കനത്തതോടുകൂടി വീണ്ടും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ്. വലിയ ആശങ്ക തന്നെയാണ് അത് മുന്നോട്ടേക്ക് വെക്കുന്നത്. തീർച്ചയായും ആശങ്കയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ തായൽ പ്രദേശത്ത് ഒരു 10-50ഓളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇത് പൊട്ടോ ഇല്ലോ എന്നില്ലായിരുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. ഇവിടുന്ന് കുറെ ഈ ഭാഗത്തും ആ ഭാഗത്തും മണ്ണെടുത്ത് ഇനി വെള്ളം കുറച്ചും കൂടി നിറഞ്ഞാൽ ഈ ഒലിച്ചു പോകുന്ന താഴെ ഭാഗത്താണ്. താഴെ ഭാഗത്ത് ഫുൾ ഇപ്പോൾ ഓൾറെഡി ചളിയാണ്. അവിടെയുള്ള വീട്ടുകാർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവിടെ വണ്ടി പോകാൻ കഴിയില്ല. 2 വീലറെല്ലാം എടുത്ത് പോകുമ്പോൾ ടയർ സ്കിഡാവുമായിരുന്നു. അപ്പം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതിപ്പം ഇനിയും മഴ പെയ്താൽ ഈ മണ്ണ് ഇനി ഇടിയും. ഈ വെള്ളം വറ്റാനുള്ള സാധ്യതയില്ല. കാരണം ഇതിന്റെ അടിയിൽ ഉറവയുണ്ട്. നല്ല ആഴത്തിൽ തന്നെയാണ് കുഴിച്ചിട്ടില്ല. മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അവർ പറഞ്ഞു സ്ഥിരമായിട്ട് മോട്ടർ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. ഇപ്പം നോക്കുമ്പോൾ മോട്ടർ കാണുന്നില്ല. ആ മഴ നിന്ന സമയത്ത് എടുത്ത് മാറ്റിയതായിരിക്കാൻ സാധ്യതയുണ്ട്. കനക്കുമ്പോൾ ഇതാണ് കാഴ്ച. നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു ജലാശയം ഇവിടെ ഉണ്ട് എന്ന് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ അത്തരത്തിലൊരു ജലാശയമില്ല. ഇത് നിരപ്പായ റോഡായിരുന്നു. അവിടെ മണ്ണെടുത്തതിനെ തുടർന്നാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ തലയ്ക്കും മീതെ ഒരു ജലബോംബ് വെച്ച് ഉറങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ നാട്ടുകാർ. വിപിൻ മുരളിക്കൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.